പേരെ ചോദിച്ചു ഞാൻ. ഒരു മീശ ആയതുകൊണ്ട് കൂടുതൽ കാണില്ല. 5-6 എപ്പിസോഡ് കണ്ടുവരും. എല്ലാം ലൊട്ടിലൊടുക്ക അഭ്യാസങ്ങളും കയ്യിലുണ്ട്. ഒന്നും ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് പ്രവാസ ലോകത്ത് ഓണം സെലിബ്രേഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രമുഖ വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കും. പ്രവാസ ലോകത്തെ മാവേലി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അനന്തേട്ടനാണ്. നമസ്കാരം അനന്തേട്ടാ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഓണത്തിന്റെ തിക്കും തിരക്കൊക്കെ തുടങ്ങി തോന്നുന്നു. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് തുടങ്ങി. നമുക്ക് മാവേലി ആയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ചെയ്യാൻ സാധിച്ചു. ഒരു വേദിയിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ തുടങ്ങി. അപ്പോ ഞാൻ മാവേലി ദുബായില് വന്നിറങ്ങിയിട്ടുണ്ട്. അതെ, എല്ലാ വേദികളിലും എന്താ പറയാ, മഹാബലി എന്ന് പറഞ്ഞ ഓൾമോസ്റ്റ് 99 വേദികളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫേസ് തന്നെയാണ് അനന്തേട്ടന്റെ. നമ്മുടെ ഈ ഒയിൽ വന്നിട്ട് ഈ ഒരു മാവേലിയിലോട്ടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇതൊരു അവിചാരിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു മാവേലിയിലേക്ക് വന്നത്. കാരണം തൃശ്ശൂരിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് പേരൊരു 10-16 പേര് കൂടി രൂപീകരിച്ച് അങ്ങനെ അജിത്തേട്ടനായിരുന്നു അതിന്റെ നമ്മുടെ അജിത് തോപ്പിൽ. അപ്പോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അന്ന് ആ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് അതിൽ തെരഞ്ഞെടുത്തു. അങ്ങനെ പിന്നത്തെ വർഷം ആ വർഷം തന്നെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓണത്തിനുള്ളൊരു ഈണം ഓണം, ഇപ്പൊ ഈണം ഓണം അന്ന് ഓണാഘോഷം നടത്തണം എന്ന് തീരുമാനത്തിലായി തൃശ്ശൂർ അസോസിയേഷന്റെ. അപ്പോ പലരെയും ഇങ്ങനെ മാവേലി ആവുന്ന കാര്യം സംസാരിച്ചു. അപ്പൊ എല്ലാവരും മനസ്സിൽ മാവേലി എന്ന് പറയുന്നത് കുറെ വയറും കുറെ തടിമാടനായ ഒരു വ്യക്തിയാണ്, അങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഇത്തേട്ടനും പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടി മാവേലിയുടെ കൺസെപ്റ്റ് അങ്ങനെയല്ല. സത്യം പറയുകയാണെങ്കിൽ മാവേലി എന്ന് പറയുന്നത് ഒരു യോദ്ധാവാണ്. കുറെ വയറുള്ള ആൾക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ, കിടന്നുറങ്ങുക, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. യോദ്ധാവിന് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവര് ഒരുപാട് പേര് നിർബന്ധിച്ചു. അപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കണ്ടു വളർന്നിരിക്കുന്ന, നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിരിക്കുന്ന മാവേലി എന്ന് പറയുന്നത് നമ്മളെ പോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആദ്യമായിട്ട് ഈ മാവേലിയുടെ വേഷം ധരിച്ചത്. അപ്പൊ മാവേലിയുടെ വേഷം ധരിച്ച് ഏത് വർഷമായിരുന്നു ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്? ഒരു 6 വർഷം മുമ്പ്. 6 വർഷം. അപ്പൊ 6 വർഷമുണ്ട്. അപ്പൊ ഞാന് ധരിച്ച് ഈ വേഷമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോ എല്ലാവരും ബാഹുബലി എന്നാണ് അഭിസംബോധന ചെയ്തത്. ഇതാണ് യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത്. അപ്പൊ താല്പര്യമില്ലാതെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈ മാവേലിയുടെ വേഷം ധരിക്കേണ്ടി വന്ന വ്യക്തിയാണ്. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് വൈറലായ ഒരു മാവേലി അല്ല, അങ്ങനെ അതിനേക്കാളും ബെറ്ററായി പറയുകയാണെങ്കിൽ ഒരു മാവേലിയുടെ ആ ഒരു കോൺസെപ്റ്റിന് സൗന്ദര്യത്തോടുകൂടി ആരോഗ്യമായിട്ടുള്ള ഒരു മനുഷ്യനെ എന്താ ശരിക്കും UAE ആൾക്കാരുടെ മനസ്സിൽ മാറ്റി ഒരു നല്ലൊരു മാവേലിയെ സൃഷ്ടിച്ച ഒരു മാവേലി എന്ന് പറയാൻ ബെറ്റർ അല്ലെ? ഇപ്പൊ UAE വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാനിപ്പോ ഏതാണ്ട് 27 വർഷത്തോളമായി. വന്ന ഫസ്റ്റ് ഓർമ്മകളൊന്ന് അയവിറക്കാവോ? എന്താണ്? ആദ്യമായിട്ട് ഞാൻ ദുബായ് എയർപോർട്ടിലാണ്. അവിടെയാണ് എല്ലാവരും എയർപോർട്ടിലല്ലേ വരിക? അല്ല, ദുബായ് എയർപോർട്ടിൽ ഇന്റർവ്യൂവിന് വന്നു. അങ്ങനെ ഇന്റർവ്യൂവിന് അവിടുത്തെ ഒരു എയർപോർട്ടിൽ അച്ഛൻ ഇവിടെ ജോലി ചെയ്തിരുന്നു മുമ്പ്. അപ്പൊ ആളുടെ ആ 5 വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അച്ഛൻ ടെർമിനേഷനായി പോയതിനു ശേഷം ആ ജോബ് മകന് എന്നൊരു ഇതിൽ കിട്ടുമായിരുന്നു പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴല്ല, ആ സമയത്ത്. അപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ദുബായിലേക്ക് വരാനായിട്ട്. കാരണം 5 വർഷങ്ങൾക്ക് ശേഷമാണ് ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അച്ഛൻ ഇവിടെ അപേക്ഷ അപ്ലൈ ചെയ്തതിന്റെ ബേസിൽ വിളിച്ചു. അങ്ങനെ ചേട്ടനുള്ളത് കൊണ്ട് ഇവിടെ വന്നു. പിന്നെ അവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയിട്ട് 97-ലാണ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ജോയിൻ ചെയ്തു. ജോലിക്ക് കയറിയത്. അങ്ങനെ ഒരു 24 വർഷത്തോളം
ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്തു. എയർപോർട്ടില്. ആ. ഓക്കെ. പിന്നെ കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നീട് നമ്മൾ കൂടുതൽ ഫ്രീലാൻസ് വിസ എടുത്തിട്ട് ഇങ്ങനെ ഈ കലാപരിപാടികളൊക്കെ ആയിട്ട് ഓക്കെ ഓക്കെ. ഇതിനിടയിൽ രസകരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? രസകരമായിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ചിലപ്പോ ഇങ്ങനെ കുറച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുമായിട്ടൊക്കെ അങ്ങനെ കുറെ തമാശകളൊക്കെ പറഞ്ഞ്, അപ്പൊ ചിരിപ്പിക്കാനും അവസരം കിട്ടിയ കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്, കൂടുതലും കോമഡി സ്കിറ്റുകളാണ്. എനിക്ക് വേണ്ടി ഇവിടെ ഒരു UAE ഒരു കബീർ ഈ കബീർക്കാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി സ്കിറ്റ് കോമഡി ചെയ്യാനായിട്ട് സ്കിറ്റില് എഴുതി വെക്കും. കാരണം ഇത് അനന്ത് ചെയ്ത് ശരിയാവും പറഞ്ഞു. അപ്പൊ ഒരുപാട് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കുറെ യൂട്യൂബില് കുറച്ച് ഷോർട്ട് മൂവീസും ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ അത് ഇവിടെ ഇരുന്നിട്ട് ചെയ്തതാണോ അതോ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തതാണോ? നാട്ടിൽ നിന്ന് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടില് കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ നാടക നടനായിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. അമ്മ പറഞ്ഞ ബെസ്റ്റ് നടനായിരുന്നു. കണ്ടിട്ടില്ല അപ്പൊ കുട്ടിക്കാലത്ത്. അപ്പൊ എന്റെ മനസ്സിലത് കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അഭിനയത്തിനോട് വല്ലാത്തൊരു താല്പര്യം. അപ്പൊ പിന്നെ ഇവിടെ വന്ന് കുറെ നാടകങ്ങൾ ചെയ്തു. പിന്നെ ഷോർട്ട് ഫിലിമുകൾ കുറെ ചെയ്തു. പിന്നെ ചെയ്യാത്ത സംഭവമൊന്നുമില്ല. മറ്റേ ഡാൻസും നാടകവും പിന്നെ അങ്ങനെ ചുരുക്കി പറഞ്ഞ എല്ലാ അഭ്യാസങ്ങളും കയ്യിലുണ്ട്. എല്ലാ ലൊട്ടിലൊടുക്ക അഭ്യാസങ്ങളും കയ്യിലുണ്ട്. ഒന്നും ചെയ്യാൻ കലാരംഗത്തിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. എന്ത് പറഞ്ഞാലും ചെയ്യാറുണ്ട്. അതന്നെ ഒരു പോസിറ്റീവ് വൈബല്ലേ. നമുക്കൊന്നും അറിയില്ല എന്ന് പറയുന്നേക്കാളും ബെറ്റർ ഓക്കെ അറിയാം ചെയ്ത് നോക്കാം എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അത് നല്ല കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ മാവേലി ആയിട്ട് 5-6 വർഷമായി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഇടയിൽ രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മാവേലി ആയിട്ട് നടക്കുന്ന സമയത്ത് പലരും അങ്ങനെ അത് ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ പറയും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. 1-2 അനുഭവം പറയാം. വളരെ രസകരമായിട്ടുള്ള സംഭവം. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഞാൻ എക്സ്പോ സെന്ററിൽ മാവേലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആണ് ഈ വിവേക് നമ്മൾ തൃശ്ശൂരിന്റെ വിവേക് വിളിക്കുന്നത്. അനന്തേട്ടാ അവിടെ നിന്ന് പെട്ടെന്ന് പോരെ. ഞാൻ പറഞ്ഞു എന്തിനാ അവിടെ പെട്ടെന്ന്? അല്ല ഇവിടുത്തെ മാവേലി ഇല്ല, വന്നിട്ടില്ല. ഒരു കാര്യം വേൾഡ് ട്രേഡ് സെന്ററിലാണ് മാവേലി വേണ്ടത്. അങ്ങോട്ട് പോരാ, അവിടെ അക്കാഫിന്റെ പരിപാടി ഉണ്ട്. 10-40 മാവേലി ഉണ്ട്. 39 ഒരാൾ വേണം. അനന്തേട്ടനാണ് ഞങ്ങളുടെ മാവേലിയായിട്ട് വരേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കില്ല. അത് കുഴപ്പമില്ല, എത്ര മണിക്ക് കഴിഞ്ഞു? 2-2:30 അത് മതി. 3:30 അവിടെ ഘോഷയാത്ര തുടങ്ങുള്ളൂ. 3:30 അവിടെ എത്തിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു 3:30 എത്തിയാൽ മതി. എന്നാ ശരി, ഞാൻ വരാന്നു. ഞാൻ തന്നെയാ ഡ്രൈവ് ചെയ്ത് പോകുന്നതൊക്കെ. അപ്പൊ കിരീടം എടുത്ത് സീറ്റിൽ വെക്കും. ഇവിടെ നിന്ന് ഞാൻ എക്സ്പോ സെന്ററിൽ ചെന്നു. എക്സ്പോ സെന്ററിൽ നിന്ന് നേരെ 2:30 ആയപ്പോ ഞാൻ ഇറങ്ങി നേരെ ഇവിടെ പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഞാൻ ഈ വേഷത്തിലല്ലേ ഇരിക്കുന്നത്, ഈ കൊമ്പമീശയും ഇതൊക്കെ ആയിട്ട് ഡ്രൈവിംഗ് സീറ്റില്. കിരീടം മാത്രം സൈഡ് സീറ്റിൽ വെച്ചിട്ടുള്ളൂ. വിൻഡോ താഴ്ത്തി കഴിഞ്ഞപ്പോ ഫ്യൂൽ ചെയ്യാൻ പറഞ്ഞു. ഇവൻ വന്നിങ്ങനെ നിന്നു. ആ ഫ്യൂൽ സ്റ്റാപ്പ് പറഞ്ഞു 100 dirham ഫ്യൂൽ. പുള്ളിക്കാരൻ അനങ്ങുന്നില്ല, എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട്, 100 dirhamsന് പെട്രോൾ അടിക്കും. അപ്പൊ ആ പുള്ളിക്കാരൻ മലയാളി ആണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി മലയാളി. പറയും തിരുമേനി ആദ്യമായിട്ടൊന്ന് കാണുന്നത്, അപ്പൊ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോ എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം. എന്നിട്ട് അവൻ പറഞ്ഞൊരു സെൽഫി എടുത്തോട്ടെ. നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അതൊരു പ്രശ്നമാണല്ലോ അല്ലേ. ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിക്കാരൻ ആദ്യമായിട്ടൊരു മഹാബലി കണ്ട സന്തോഷത്തില് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഈ അക്കാഫിന്റെ ഇതിന് പോയി. അപ്പൊ 14 അമ്മമാരെ ഒരു ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നവര് ആദരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മെയിൻ മാവേലി ഞാനായിരുന്നു. അപ്പോ അമ്മമാരിങ്ങനെ വരുമ്പോ ഇതാണ് നമ്മുടെ മഹാബലി എന്ന് പറഞ്ഞ് പരിചയം. അപ്പൊ ഒരു അമ്മ വന്ന് എന്റെ കാൽക്കൽ തൊടാൻ വന്നു. എനിക്കത് വല്ലാത്ത ഫീൽ ചെയ്തു. ഞാൻ ചേർത്ത് പിടിച്ചു. അമ്മ എന്തായി കാണിക്കുന്നത്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മാവേലി കണ്ടിട്ടില്ല മോനെ. അതൊക്കെ ശരിക്കും നമുക്ക് കണ്ണു നിറഞ്ഞു പോകും. കാരണം അവര് നമ്മളെ അല്ല കാണുന്നത്, ആ സ്ഥാനത്തെയാണ് ബഹുമാനിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഒരു മഹാരാജാവ്, അവരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മഹാരാജാവ് അവരുടെ മുന്നിൽ കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലും വലിയ സന്തോഷം എന്താ? അപ്പൊ ഞാൻ പറയണ ആനന്ദലബ്ധിക്ക് മറ്റെന്ത് വേണം? അത് വലിയൊരു ഇത് തന്നെ. ഏതാണ്ട് ഈ
ഇപ്പോ കഴിഞ്ഞ ഞായറാഴ്ച ചെയ്ത മാവേലി അടക്കം ഒരു 41 മാവേലി കഴിഞ്ഞ് ചെയ്തു. ആണോ ഈ വർഷം? ഈ വർഷമല്ല, ടോട്ടൽ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ചെയ്തു. ഓക്കെ. നമ്മളിപ്പം ഇപ്പം നമ്മുടെ ഓണ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വീക്കും 1-2 പ്രോഗ്രാംസ് ഉണ്ടാവും. ഇഷ്ടപ്പെട്ട് അവിടെ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് മാവേലിയെ ചെയ്യണം എന്ന് വിചാരിച്ച ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടോ? അതായത് ചില ഇപ്പൊ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചില ഡാൻസ് ഒക്കെ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഓക്കെ അയ്യോ ഈ ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും 2-3 അപ്പൊ വേറെ ആൾക്കാർ വിളിക്കും അയ്യോ ആ പ്രോഗ്രാം നല്ലതായിരുന്നു, നമുക്കത് ചെയ്യണമായിരുന്നു. ഞാൻ പിള്ളേരോട് പറയും. അപ്പൊ നമുക്കത് ഭയങ്കര വിഷമത്തോടെ ആണെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ വിളിച്ച് അത് കൊടുക്കാറുണ്ട്. അതുപോലെ ഏതെങ്കിലും നമ്മൾ ഭയങ്കരമായി ആഗ്രഹിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ 1-2 സെലിബ്രിറ്റി വന്നപ്പോ ഇവിടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനത് ഓരോ വർഷവും നമ്മൾ മാവേലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് തന്നെ അവർ അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇവരുടെ കൂടെ പങ്കെടുക്കാൻ സാധിക്കാറില്ല. അപ്പൊ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ശ്വേതാമാന്റെ കൂടെയും പലരും കൂടെ അങ്ങനെ വരുമ്പോ വിളിക്കുമ്പോ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത. ഇപ്പൊ ഈ വർഷം 28-ാം തീയതി എനിക്ക് സുരേഷ് ഗോപി അതിന് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അവര് കുറച്ചു പേരുടെ മാവേലിയെ സെലക്ട് ചെയ്തു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ അനന്തരത്തിന് കിട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാണ് ഡേറ്റ് പറയാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. അന്ന് വൈകുന്നേരമായി വിളിച്ചു. മീറ്റിംഗ് കഴിഞ്ഞു, അനന്തരനെ സെലക്ട് ചെയ്തിരിക്കുന്നത് മാവേലിയായിട്ട്. ഞാൻ പറഞ്ഞു എന്നാ ഡേറ്റ് 28-ാം എനിക്ക് പറ്റില്ല, 28-ാം തീയതി ഓൾറെഡി. അപ്പൊ അത് വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് അതിന് പങ്കെടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഓരോരുത്തരും ഇതുപോലെ ഫിലിം സ്റ്റാറുകളൊക്കെ വരുന്ന സമയത്ത് വിളിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പൊ ഈ സെപ്റ്റംബർ ഫുൾ ബുക്കഡായി, ബുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് മറ്റുള്ളവരോട് ഇപ്പൊ ചിലര് ചോദിക്കും, 1-2 പേര് ചോദിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് വേറെ ആളെ കൊടുത്താലോ, വേറെ ആളെ കൊടുത്തിട്ട് അനന്തരത്തിനോട് വന്നൂടെ ചോദിച്ചു. അവരെന്തുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്? നമ്മളെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മള് പിന്നെ അത് വാക്ക് മാറ്റാന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള, നമുക്ക് പറ്റാത്ത കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ എല്ലാത്തിനും ഇങ്ങനെ ഒക്ടോബർ 12-ാം തീയതി വരെ ബുക്കിംഗ് ആയിട്ടുണ്ടല്ലേ? എന്റെ ഭഗവാനെ, ഇത്രയധികം ബുക്കിംഗ് ആയിട്ട് അക്കൗണ്ട് നമ്പറിൽ ഇടാൻ ബാക്കിയുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പർ തരാം. ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ മിമിക്രി ചെയ്യുന്ന മിമിക്രി ഇമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോമഡി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ ഈയിടെ ഒരു ഇത് കണ്ടായിരുന്നു ടിക്ടോക്കില്. അത് ആരാന്ന് പറയുമ്പോ മനസ്സിലാവും. അതൊന്ന് പറയാവോ? അത് നമ്മുടെ പെട്ടെന്ന് ഫേമസ് ആയിട്ടുള്ള സ്റ്റാർ ചുമ്മാ ഒന്ന് ചെയ്തത് കാറിലിരുന്ന്. അതെ അതെ, ഞാനത് കണ്ടായിരുന്നു. അപ്പൊ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമല്ല, ചുമ്മാ അങ്ങനെ പറഞ്ഞു പോയതാ. കുഴപ്പമില്ല. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നെയോ? 27 വർഷമായി ഞാൻ ദുബായിൽ വന്നിട്ട്. ഒരുപാട് കണ്ടും കൊടുത്തും കേട്ടും അനുഭവിച്ചതാണ്. എന്നെ നീയെ പേടിപ്പിക്കുന്നു? നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? ജോർജിനും നീയൊക്കെ പുല്ലാതാ, പുല്ല്. ആ സ്റ്റൈലിൽ ഇങ്ങനെ സാധാരണ അത് ഇത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് പഠിച്ചില്ല. അതുകൊണ്ട് അനന്തന്റെ വേർഷനിലുള്ള ഡയലോഗ് ഇതിലും നന്നായിട്ട് ഇതില് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസകരമായി ഇങ്ങനെ ഇരിക്കുമ്പോ. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് മറന്നുപോയി. പക്ഷെ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് നമ്മുടെ ഫോണിംഗ് പരിപാടി, പണ്ട് കാലത്ത് ഫോണിംഗ് പരിപാടിയിലൂടെ ഫേമസ് ആയതല്ല, നമ്മുടെ മുഖ്യമന്ത്രി നായനാര്, അതാണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ എനിക്ക് ഈ കോമഡി ഉത്സവം ഉണ്ടല്ലോ, അതിൽ സെലക്ഷൻ കിട്ടി. പോവാൻ പറ്റില്ല, അമ്മ മരിച്ചു ആ സമയം. അപ്പൊ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് വെറുതെ പോയി. അവിടെ ഒരു 10-200 പേര് പങ്കെടുത്തിരുന്നു ടാസ്ക് റെസ്റ്റോറന്റ്. ഞാൻ വെറുതെ ചെന്നിട്ട് 2-3 ഐറ്റം അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടി. അതൊക്കെയുണ്ട് രാഗവിശേഷങ്ങൾ.
സുഖങ്ങളൊക്കെ തന്നെ. ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹർജി കേട്ടാ പരിഹരിക്കാം. ലാൽ സലാം സഖാവേ. പിന്നെ ഫാത്തിമ അവിടുന്ന് വിളിക്കുന്ന മലപ്പുറത്തുനിന്ന നമുക്കൊരു ഹർജി കേട്ടാ പരിഹരിക്കാൻ നോക്കാം. ലാൽ സലാം സഖാവേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പണ്ട് കാലത്ത് മധുവിനെ എടുക്കാറുണ്ട്. മധുവിനെന്ന് പറഞ്ഞപ്പോ കെട്ടുമയില്ലാതെ എനിക്ക് ജീവിക്കാൻ കൂടി വയ്യ. കെട്ടുമയില്ലെങ്കിൽ കിടപ്പുറഞ്ഞ പാടി പാടി നടക്കും. ഈ കെട്ടമ്മ വെളുത്തു പോയിരിക്കുകയാണ്. ഈ രേഖ വെളുത്തമ്മയായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ല. ഈ കെട്ടമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ വെളുത്തമ്മയെ പറ്റി ഓർമ്മ വന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അങ്ങനെ ഒരു ഇപ്പൊ പ്രാക്ടീസ് ഒന്നാമത്തെ തൊണ്ടേ ശരിയല്ല പ്രാക്ടീസ്. അതെ, ഇത് ശരിക്കും ഇനി എന്താ പറയാ മാവേലിയുടെ കൂടെ മാവേലിയുടെ എന്താ പറയാ ഇമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഒരു വൈറൽ ഒരു എപ്പിസോഡ് ചെയ്യാം. എന്തായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. പുതിയൊരു വൈറൽ ആയിരിക്കില്ലേ അത്. ചിലര് പറയും മിമിക്രി എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം പറ്റുന്ന സംഭവം. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ, ഏതെങ്കിലും ഒരാളുടെ വോയിസ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വോയിസുമായിട്ട് മാച്ച് അത് നമ്മൾ കണ്ടെത്താതെ പോകുന്നതാണ്. ഈ ലോകത്ത് പിറന്നവരെല്ലാവരും ജനിച്ചവരെല്ലാവർക്കും കഴിവുകളുള്ളവരാണ്. കഴിവുകളില്ലാത്തൊരു ആളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ കഴിവുകൾ നമ്മൾ കണ്ടെത്താതെ പോകുന്നതാണ്. പലർക്കും പല രീതിയിലുള്ള കഴിവുകളുണ്ട്. ചിലർ പറയും പാട്ട് പാടാൻ കഴിവില്ല, ഡാൻസ് കളിക്കാൻ കഴിവില്ല, സംസാരിക്കാൻ കഴിവില്ല. ഒന്നുമില്ല, കഴിവുകളുണ്ട്. പക്ഷെ പലരും അകത്തളങ്ങൾ വീടിന്റെ അകത്ത് മാത്രം ഒതുങ്ങി പലർക്കും ആ ഒരു സന്ദർഭം നമുക്ക് കിട്ടാതെ വരും. അതിന് അവരൊക്കെ ഇത്തരം വേദികളിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായും അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ഞാൻ ഗ്രേറ്റ് എന്നല്ലാണ്ട് വേറെന്താ പറയാ. കാരണം ഇത്തരം വ്യക്തികളെ പലരും ഇതുപോലെ വീട്ടമ്മമാരുണ്ട്, കവികളുണ്ട്. കവികളാണെങ്കിൽ പോലും പക്ഷെ കവിത എഴുതുന്നു, വേദിയിൽ വരുന്നുണ്ടെങ്കിലും മറ്റു കുറെ പേര് അറിയുന്നില്ല. അവര് കുറച്ചുപേര് അറിയുന്നുണ്ടെങ്കിലും മറ്റുള്ളവര് ഈ ലോകം മുഴുവൻ അറിയണം. അവര് അതിനുള്ള ഒരു അവസരം നിങ്ങളായി ഒരുക്കി കൊടുക്കുക. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരനാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പല രംഗത്തും ചോദിക്കാൻ പറ്റാതിരുന്നത്. നമ്മള് ഇപ്പൊ ഈ മാവേലിയിലൂടെ കടന്നു പോകുന്നതല്ലാണ്ട്. അതെ, ഈ ഒരു മാവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, യു.എ.യില് എന്താ പറയുക, ഓണം സീസൺ ആയിക്കഴിഞ്ഞാൽ, ഓണം എന്നല്ല അത് കഴിഞ്ഞാലും മാവേലി എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് അന്തേനെ തന്നെയാണ് ഫസ്റ്റ്. ഇവൻ എനിക്ക് തോന്നുന്നു മലയാളികൾ മാത്രല്ല, നമ്മുടെ ഓണത്തിൽ മലയാളികൾ മാത്രല്ല ഉണ്ടാവുക. ഒരുപാട് ഇപ്പൊ ഓഫീസുകളിലൊക്കെ നമ്മൾ ഓണം ഫംഗ്ഷൻ നടത്തുമ്പോൾ എല്ലാ രാജ്യക്കാരും ഉണ്ടാവും. അവര് നമ്മളുടെ എന്താ പറയാ പോലെ ഇലയിലൊക്കെ വെച്ച് സദ്യ ഉണ്ട്. അവർക്കും ഉണ്ട് ഒരുപാട്. ഇപ്പൊ എന്താ തന്നെ ചിലപ്പോ ഒരുപാട് ഓഫീസിൽ മാവേലിയെ വിളിച്ചിട്ടായിരിക്കാം. അപ്പൊ അവർക്കൊക്കെ ആ മാവേലി എന്നൊരു കോൺസെപ്റ്റ് ഫേസ് ശരിക്കും അവര് ഇമാജിൻ ചെയ്യാം. എന്താ തന്നെയായിരിക്കും. അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. ഒരു ഫിലിപ്പിനിയാണ് എന്നെ വിളിച്ചത് ഒരു ഓഫീസില് ഇതിനു വേണ്ടിട്ട് സെലിബ്രേഷൻ. അപ്പൊ മാവേലി അടിച്ചപ്പോ ഞാൻ അല്പം നേരം വൈകി. കാരണം എനിക്ക് എന്ത് പറ്റിയെന്ന് അവര് ലൊക്കേഷൻ അയച്ചു മാറിപ്പോയി. നേരം വൈകിപ്പോ പുള്ളിക്കാരി വിളിച്ച് എന്നെ കുറെ ഫയർ ചെയ്തു. അവർ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവിടെ എത്തുന്നവരെ പുള്ളിക്കാരി രണ്ടാമത് വിളിച്ച് അവിടെ എത്തി ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് അവിടെ എത്തി. ഞാൻ കോസ്റ്റ്യൂമിലാണ് ഇറങ്ങി. അവിടെ കയറി ചെന്നപ്പോ പുള്ളിക്കാരി എന്നെ നോക്കി കുറച്ചേരം നിന്നിട്ട് എനിക്ക് ഭയങ്കര രസം. ഞാന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. പുള്ളിക്കാരി ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇറങ്ങി ചെല്ലുമ്പോ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾ ഓടിപ്പോയി. ഞാൻ താഴേക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് മാവേലിയുടെ വണ്ടിയിൽ കയറാൻ ചെല്ലണ സമയത്ത് എന്റെ പുറകിൽ ഓടി വന്നിട്ട് എന്റെ 100 dirhams എന്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് എന്റെ ഒരു ഗിഫ്റ്റാണ് എന്റെ സന്തോഷത്തിന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവൾ നിർബന്ധിച്ച് തന്നില്ലേ. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. പാട്ട് പാടാറുണ്ട്. പക്ഷെ സ്റ്റേജിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അതും വളരെ രസകരമായിട്ടില്ല. ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആളായിരുന്നു. പക്ഷെ ദുബായിൽ വന്നതിന് ശേഷം പാട്ടൊക്കെ പാടി തുടങ്ങിയത്. അപ്പൊ പാട്ട് പാടാനൊന്നുമില്ല, പാട്ട് പാടും. പക്ഷെ പ്രേക്ഷകരെ എത്രത്തോളം സഹിക്കുന്ന എനിക്കറിയില്ല. മണിച്ചേട്ടനൊരു പാട്ട് പാടും. കൂട്ടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. കൂട്ടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി.
ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്ന് നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലിഞ്ഞു നാണ്ടി. പേടിച്ചു. അങ്ങനല്ല ഞാനീ അതല്ല പാട്ടിലിങ്ങനെ ലയിച്ചിങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തീരെ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. ഇടയ്ക്ക് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ചെയ്യും. വേദിയില് എന്തായാലും ഞാൻ വേദിയിൽ നിന്ന് പാടൽ കുറവാണ്. കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്ങുകൾ എടുത്ത് പാടും. കാരണം ആ സമയം അതിനാണെങ്കിൽ ഈ ഷഡ്ജം വേണ്ട, മറ്റേ ശ്രുതി വേണ്ട, പിന്നെ ഫ്ലാറ്റായി പാടിയാലും കുഴപ്പമില്ല. ടെമ്പോ ഏത് വയ്ക്കാലും പൊക്കോളും. അപ്പൊ പിന്നെ അത് നോക്കണ്ട. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകള് ഐഡിയ നല്ല ഐഡിയ അല്ലേ. ഞാൻ ഈ പാട്ട് എന്താണ് കണ്ണിമാങ്ങ പ്രായത്തിലും പിന്നെ मेरे सपनों की रानी कब आएगी तू, मिटी जाए जिंदगानी कब आएगी तू, चलिया तू चलिया. ആ പാട്ടൊക്കെ പാടിയിട്ട് നമ്മള് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവരൊപ്പം കാരണം അങ്ങനെയുള്ള പാട്ട് പാടുമ്പോഴത്തെ കൂടെ വേറെ ഒന്നും നോക്കില്ല. നമ്മുടെ ബേസിക് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാണ് അത്രല്ലേ. അത് അതല്ല അതിനുള്ള പാട്ടുകൾ നന്നായി പാടുന്നുണ്ടല്ലോ. പിന്നെ ഈ ചേട്ടന് ഇങ്ങനെ കുറച്ച് ഒരു ചെറിയ കുസൃതി ചോദ്യം പോലെ ക്വസ്റ്റ്യൻസ്, അത് വൺ വേർഡില് ഇതോ അല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു ചെറിയ ക്വസ്റ്റ്യൻസ്. അറിയുന്നല്ലോ, അത് മസ്റ്റ് പറയേണ്ട കാര്യങ്ങളാ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇച്ചിരി കാര്യങ്ങള് വെറുതെ അല്ലല്ല പേടിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. അല്ല ചേട്ടന്റെ ഇത് സംബന്ധിച്ചിട്ടാ, നമുക്ക് ഡ്രാമ ചെയ്യാനാണോ ഇഷ്ടം അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി ചെയ്യാനോ ഇഷ്ടം? ഈ ഡ്രാമ അല്ല നാടകത്തിൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, നാടകമാണോ അല്ലെങ്കിൽ ഷോർട്ട് മൂവീസ്, ഇതിലേതാണ് കൂടുതൽ ഇഷ്ടം? ഇപ്പോ ഷോർട്ട് മൂവി ചെയ്യാൻ ഇഷ്ടം. കാരണം മുമ്പ് ഡ്രാമ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ റിസൾട്ട് കിട്ടില്ല നമുക്ക്. അതെ. ഷോർട്ട് മൂവി ചെയ്യാൻ രണ്ടും ഇഷ്ടമാണ്. പക്ഷെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലകളാണ്. ഇപ്പൊ ടൂർ പോവാണെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൂർ പോകാനാണോ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകാനോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ പോകാൻ ഇഷ്ടമൊക്കെയാണ്. ഓപ്ഷൻ പറയരുത്. ഫ്രണ്ട്സിന്റെ കൂടെ എന്ന് പറഞ്ഞ പോക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ടൂർ പോക്ക് കൂടുതലും ഫാമിലിയുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇതാ കുഴക്കുന്ന ചോദ്യം. ഇത് ചിലപ്പോ പെണ്ണുമ്പിള്ള കണ്ടു കഴിഞ്ഞാൽ അത് ഇതിപ്പോ ഒരു മോട്ടിവേഷൻ ക്ലാസ് പുള്ളിക്കാരൻ പറഞ്ഞു ഗുരുവായൂരെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ മാതിരിയാ. എന്താണ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഒരു കാരണവശാലും പറയരുത് ഞാൻ ഇത്രയും സന്തോഷിക്കരുത് വിളിച്ചു ഇല്ലാത്തത് എങ്ങനെ എന്ത് ടൂറ് എന്ന് പറയണം. അങ്ങനെ പറയണം. അതൊക്കെ ഉണ്ട്, ശരിയാണ്. കാരണം ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നുള്ള ഒരു വൈബ് വേറെ, ഫാമിലിയുടെ കൂടെ പോകുമ്പോ വൈബ് വേറെ. ഗേൾ ഫ്രണ്ട്സ് ആണോ ബോയ് ഫ്രണ്ട്സ് ആണോ കൂടുതലുള്ളത്? അങ്ങനെ രണ്ടുപേരുള്ളൂ. കാരണം ഞാൻ മാവേലിയാണല്ലോ. അതെ, മാവേലിയുടെ ബാനർ അല്ല, ആ ബാനർ മാറ്റി വെച്ചിട്ട്. പിന്നെ അത് മാത്രല്ല, കാരണം എന്നെ എവിടെ പോയാലും ഒരു കാർന്ന് ഒരു പരിവേഷം തരും എല്ലാവരും. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കണ്ടില്ലേ എല്ലാവരും പറയും ആ ചേട്ടന് നമ്മള് അപ്പൊ വളരെ സ്നേഹത്തോട് സഹോദരനായിട്ടും അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു രക്ഷാധികാരിയായിട്ടൊക്കെ കേട്ടില്ലേ. എല്ലാവരും ആ ഒരു പരിവേഷം ഭയങ്കര ഇതാണ്. മാവേലിയുടെ സമയത്ത് മാത്രം നിങ്ങൾ മാവേലിയായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് പറഞ്ഞത്. ഇനിയിപ്പോ കാഴ്ചപ്പാട് മാറിയതുകൊണ്ട് കുറെ കൂടെ വയറും എന്താ പറയാ ശരീരം ഉടലിലും താഴെയും മുകളിലും ഒരേപോലെ ചിലര് വേഷം ധരിച്ച് കളിയൊക്കെ അല്ല. അത് പഴയ കാലത്തെ രീതികളായിരുന്നു. മാവേലി അല്ലാത്ത അനന്തേട്ടന് എത്ര മാർക്ക് സ്കോർ ചെയ്യും? മാവേലി അല്ലാത്ത അനന്തേട്ടന് എത്ര മാർക്ക് സ്കോർ ചെയ്യും ഗ്ലാമറിൽ? എനിക്ക് എവിടെ ഗ്ലാമർ? ഞാൻ പറഞ്ഞില്ല, അകലെ അടുത്തൊരു മാവുക്കോയ മാതിരി നമ്മള്. അവരൊക്കെ ഭയങ്കര ലെജൻസ് ആണ്. നമ്മളത് തമാശയോട് പറയുന്നു. മാമുക്കൊക്കെ ഞാനതല്ല പറയുമ്പോ എന്നെ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ഞാൻ എന്റെ ചേട്ടന് വേണ്ടി പെണ്ണാലോചിച്ച് പോയിരുന്നു, നടന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ തൃശ്ശൂര് എന്താണ് പാറമേക്കോ കോളേജിന്റെ അകത്ത് കയറിയിട്ട് ഒരു പെൺകുട്ടിയെ കാണേണ്ട ഒരു അവസ്ഥ വന്നു, ഗതികേട് വന്നു.
അപ്പൊ ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോ അവിടെ കുറച്ച് പേരിങ്ങനെ ആ സ്റ്റെയർ കേസിൽ ഇങ്ങനെ ചാരി നിൽക്കണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഞാൻ കടന്നു വന്നപ്പോ ആ പെൺകുട്ടികൾ പറഞ്ഞു ആരടി വരുന്നേ. അകല് നോക്കുമ്പോ ഞാൻ മമ്മൂട്ടി അന്വേഷിച്ചു. അടുത്തൊന്നുള്ള മനസ്സിലായി അവര് പറഞ്ഞ കമന്റ്സ് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരി. പിന്നെ ചേട്ടന്റെ ഈ മീശ ഒറിജിനൽ തന്നെയാണോ? എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ സംശയം. കാരണം ഞാന് മുമ്പ് ന്യൂസ് ചാനലില് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പൊ ന്യൂസ് ചാനൽ വന്നിട്ടുണ്ട് ഏഷ്യാവിഷന്റെ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ മാവേലിയായിട്ട് പോയി. അപ്പൊ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് കുറെ പേര് ഫോട്ടോ എടുക്കാൻ വന്ന് നിൽക്കും. അപ്പൊ കൂടുതലും ഫോട്ടോ എടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത് ഡാൻസും പാട്ടും ഒക്കെ ഉള്ള കൂടുതൽ ലേഡീസാണ് വരിക. അവർക്കാണല്ലോ മാവേലിയുടെ കൂടുതൽ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് നിരന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരിക്ക് ഒരു സംശയം ഒറിജിനൽ മീശയാണ് ചോദിച്ചു എന്നോട്. ചേട്ടൻ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ഒറിജിനൽ മീശയാണ് ചേട്ടാ. ഞാൻ പറഞ്ഞു ഒറിജിനലാണ്. ഞാൻ ഒന്ന് വലിച്ചു നോക്കിക്കോട്ടെ എന്നു. അപ്പോ ഒരു സൈഡിൽ നിന്ന് വലിച്ചു നോക്കിയപ്പോ തൊട്ടപ്പുറത്ത് നിന്നും വേറൊരു ലേഡിയാ. പുള്ളിക്കാരിക്കും ഞാൻ ഇപ്പുറത്തൊന്ന് വലിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പുറത്തും വലിച്ചു നോക്കി. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ എല്ലാവരും വലിച്ചു നോക്കി ബുദ്ധിമുട്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു ഇത് ആനവാലല്ല, ഇത് വലിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കാനായിട്ട്. ഇത് ഒറിജിനൽ തന്നെ മനസ്സിലായിരുന്നു. അപ്പൊ എല്ലാവരും ചിരിച്ചു. അപ്പൊ ഇത് ഈ മീശയാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇത് സീസണിലേക്കാണോ? ഇത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ താടിയായിരിക്കും. അപ്പൊ ചേട്ടന്റെ ഈ എന്താ പറയാ തിരക്ക് പിടിച്ച ആ ഒരു ഷെഡ്യൂളിലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സമയം സംസാരിച്ചു അല്ലെ? എത്ര കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ചു. അപ്പൊ ഒരുപാട് സന്തോഷം. ഈ സീസണിൽ മാത്രമല്ല ഇനി ഒരുപാട് സീസണില് മാവേലി ആയിട്ട് ഞങ്ങൾ ചിരിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ മേഖലകളിലും അന്തേട്ടന് എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ. പിന്നെ വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ, അതായത് ഷോർട്ട് മൂവീസ് ആണെങ്കിലും ആൽബംസ് ആണെങ്കിലും എല്ലാത്തിലും അത് നല്ലതായിട്ട് രീതിയിൽ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും. അല്ല, തിരിച്ചും ഇതുപോലെ തന്നെ ഇതിപ്പോ ഇങ്ങനൊരു ചാനലിലേക്ക് എന്നെ വിളിക്കുകയും ഇങ്ങനൊരു അവസരം എന്റെ ഈ മാവേലി ജീവിതത്തില് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നത്. അത് തന്നെ വലിയൊരു ഭാഗ്യം. പിന്നെ കിട്ടിയിട്ടുണ്ട് നേരത്തെ ഒരു ന്യൂസ് ചാനലില് നമ്മുടെ ഇവിടെ ഷാർജ പേരിൽ വെച്ചിട്ട് ന്യൂസ് ചാനലിൽ എന്റെ മാവേലിയെ പറ്റിയിട്ട് ചോദിക്കുകയും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. ഇങ്ങനെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ പ്രത്യേകം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഡാൻസും പാട്ടും എല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു മീഡിയ ഇവിടെ രൂപീകരിച്ചിരിക്കുന്ന പറഞ്ഞാൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ എവിടെ മാവേലിയായിട്ട് പോയാലും നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും എപ്പോഴും. ആ ഡാൻസ്, ഒരുപാട് ഡാൻസുകൾ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ളത്. അതൊക്കെ കൊണ്ട് സഹിച്ചൊരു മാവേലിയാണ്. കാരണം അത്രയും മനോഹരമായിട്ട് ഓരോന്ന്, ഇപ്പോ തിരുവാതിരയാണെങ്കിലും മറ്റേ ഒപ്പനയാണെങ്കിലും കൈകൊട്ടിക്കളിയാണെങ്കിലും എല്ലാത്തിലും അതിമനോഹരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങൾ. കുട്ടികളെന്ന് പറയാലോ, മാവേലി ആയിട്ടുള്ള കുട്ടികളെന്ന് പറയാം. അപ്പൊ അതിമനോഹരമായിട്ട് ചെയ്യുന്ന ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അതിന് എല്ലാവിധ സപ്പോർട്ട് ഞാനും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. സ്പാർക്സ് മീഡിയ വളരട്ടെ, വളർന്ന് പന്തലിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് അന്തേണ്ടായിട്ടുള്ള സംഭാഷണം കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ തൽക്കാലത്തേക്ക് വിടാം.